അരി ഒന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് വെച്ച ശേഷം ഇന്ന് നമുക്കൊരിടത്ത് പോകാനുണ്ട്. ലുലുവിൽ ഇന്നലെ പോകാനുള്ള ഷോപ്പിംഗ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയില്ലേ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഓടിപ്പോയിട്ട് വരണം. ഇന്ന് പ്രതീക്ഷിക്കാതെ ഒരു ഓഫ് കിട്ടി. അപ്പോൾ ആ സമയത്ത് ഓടിപ്പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പോകുന്നതിന് പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ എടുത്തിരുന്നതിന് വരുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വിരിച്ചിടാമല്ലോ. അങ്ങനെ പണിയൊക്കെ ഒരുമാതിരി ഒതുക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഓണം. നോക്കി ഏതൊക്കെ കമ്പനിയിലെ സാധനങ്ങൾ വേണോ അതൊക്കെ ഓഫറിന് ഇട്ടിട്ടുണ്ട്. ചിപ്സ് തന്നെ റോയലിൻ്റെ ഉണ്ട്, റോയൽ മാർക്കിൻ്റെ ഉണ്ട്, അത് ഹെയറിൻ്റെ ഉണ്ട്. അങ്ങനെ കുറേ കമ്പനിയിലെ സാധനങ്ങളുണ്ട് കേട്ടോ. വിക്കത്തിനും വിലയൊക്കെ വ്യത്യാസമുണ്ട്. ഇത് പാലടയാണ് കേട്ടോ. പിന്നെ മട്ട പാലട എന്ന് പറഞ്ഞ് വേറൊന്നും കണ്ടു. അപ്പോൾ ഏത് വേണേലും ഉണ്ട്, ഓഫറിനാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ശർക്കരയുടെയും ഉപ്പേരിയും പിന്നീട് സദ്യയ്ക്ക് വേണ്ടി പപ്പടം തന്നെ സലാല പപ്പടം ഉണ്ട്, ഗുരുവായൂർ പപ്പടം ഉണ്ട്. അപ്പോൾ സലാല പപ്പടം കണ്ടപ്പോൾ നോക്കുമായിരുന്നു ഗുരുവായൂർ പപ്പടം ഇല്ലെന്ന്. അപ്പോൾ അത് നോക്കിയപ്പോൾ അതുമുണ്ട്. ഈ 2 പപ്പടമായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. ലുലു ഓണം ഇവിടെയാണ്, ശരിക്കും ഓണം ഇവിടെയാണ്. എന്നാൽ ഇച്ചിരി പച്ചക്കറി വാങ്ങിച്ച് കളയാം എന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ അവിടെ പൂക്കളുടെ മേളം. നിങ്ങൾ നോക്കി എന്തൊക്കെ ടൈപ്പിലുള്ള പൂക്കളാണ്. പക്ഷേ അത്ര ഫ്രഷ് ആയിട്ട് തോന്നുന്നില്ല, കുറച്ചൊക്കെ വാടിയിട്ടുണ്ട്, നേരത്തെ കൊണ്ടുവന്നാകാം. പക്ഷേ ഇതിൻ്റെ വിലയാണ് കേട്ടോ ഭയങ്കരം. 4,900 1 കിലോയ്ക്ക്. ഏകദേശം നമ്മുടെ നാട്ടിലെ 1,250 രൂപയോളം വരും. പിന്നെ ലുലുവിലെ ഷോപ്പിംഗ് ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഓടിപ്പിടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. മീൻ എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പം പെട്ടെന്ന് മീൻകറി വെക്കണം, പിള്ളേർ വരാറായി. അപ്പം മീൻകറി ഉണ്ടെങ്കിൽ അവർ വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ചോറ് കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഇനി വേറെ വെക്കാൻ സമയമില്ല. ഒരു മോരുകറിയും കൂടെ കാച്ചിയും കൂടെ എടുക്കണം. അപ്പോൾ മീൻകറി പെട്ടെന്ന് ആക്കുന്നുണ്ട്. എണ്ണ ചൂടാക്കി നമ്മുടെ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട്, ഞാൻ ആദ്യം കുഞ്ഞുള്ളിയാണ് കേട്ടോ ഇടുക, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും അടുക്കി പിടിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചെറിയ വെള്ളത്തിലൊന്ന് കലക്കി വെക്കും. അതും കൂടെ അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കലക്കി വെക്കുന്നത്. അതുമല്ല കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതും ഒന്ന് ചൂടാക്കി എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മീൻ കുട്ടന്മാരെല്ലാം കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പുളിയും ഉപ്പും ഈ അരപ്പും എല്ലാം ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ ഇന്ന് 2 പാക്കറ്റ് മട്ട റൈസും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ 5 കിലോയുടെ വെച്ച് 10 കിലോയുടെ. അപ്പോൾ വെക്കാൻ സാധാരണ ഞങ്ങൾ 5 കിലോയുടെ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. അത് വേറൊരു കബോർഡിൽ കൊണ്ട് ഒതുക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ള അടുത്ത വീഡിയോയുമായി വേണ്ടി കാണാം. ബൈ ബൈ.